ചോർച്ച ഉണ്ട്. അതേ ഉള്ളു അല്ലേ? ഇപ്പൊ നമ്മുടെ വീട് ഇളക്കിയ പെയിന്റ് ഒക്കെ ഇളകി പോകുന്നതിന്റെ ഇതൊക്കെ കാണിക്കുന്നു, കണ്ടായിരുന്നു മോനെ? 5 വയസ്സുള്ള കൊച്ചിനെയും വെച്ചുകൊണ്ട് ലേലം വിളിക്കുന്ന ഒരു അമ്മയെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പലരും വന്നിട്ട് എന്നോട് പറയുന്നുണ്ട്, ഈ പറയുന്ന രേണുവിനെ വെറുതെ വിടൂ, രേണുവിനെ വെറുതെ വിടൂ, രേണു ഒരു വിധവയാണ്, ആ വിധവയെ ഒന്നും പറയരുത് എന്ന് പലരും പറയുന്നുണ്ട്. സത്യം പറയാമല്ലോ, ഈ രേണു നല്ല രീതിയിൽ വീഡിയോ ചെയ്തുകൊണ്ട് പോകുന്നതിന് ഒന്നും ഇവിടെ ഒരു വിഷയമില്ല. രേണു ജീവിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് നല്ല രീതിയിൽ പോകുന്നതിന് ഒരു കുഴപ്പവും ഈ പറയുന്ന നാട്ടുകാർക്കുമില്ല, ഈ പറയുന്ന എനിക്കുമില്ല പേഴ്സണലി. പക്ഷെങ്കിൽ വന്ന് പൊതുസമൂഹത്തിന്റെ അടുത്ത് വന്ന് പറയുന്ന കള്ളങ്ങൾ, അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തെ ബാധിക്കുന്നതായിട്ടുള്ള ചില വിഷയങ്ങൾ, അതൊക്കെ പ്രതികരിക്കാനാണ് ഞങ്ങളെപ്പോലുള്ളവർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വിധവയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ഇതായിട്ട് നിങ്ങൾ ചിത്രീകരിക്കരുത്. ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന തങ്കച്ചൻ എന്ന് പറയുന്ന അച്ഛൻ, ഈ പുള്ളിക്കാരനും ഇത് തന്നെയാണ് ചെയ്യുന്നത്. നന്ദി എന്ന് പറയുന്ന ഒരു ശകലം ലേശമില്ല പുള്ളിക്ക്. അത് തന്നെയാണ് പുള്ളിക്കാരന്റെ ഓരോ വീഡിയോകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് സഹായം ചെയ്തിട്ടുള്ളവരെ എല്ലാം തെറി വിളിക്കുകയും അവരെ മോശമായി ചിത്രീകരിക്കുകയും അവരെ മോശമായിട്ട് എന്ത് പറയുക പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദാനം കിട്ടിയ പശുവിന്റെ എന്താ പറയാ പല്ലെണ്ണി നോക്കുന്ന ടീമുകളാണിത്. എന്തായാലും ഞാൻ ആദ്യം തന്നെ ഒരു കമന്റ് വായിച്ചുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയിലേക്ക് പോകാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതോടൊപ്പം തന്നെ കിച്ചുവിന്റെ വോയിസ് കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. രേണുസുതി അത്യാവശ്യം നല്ല പെൺകുട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ ആ കുട്ടി എന്തോ വലിയ സംഭവമാണെന്ന് സ്വയം കരുതി. പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ വരുന്ന മീഡിയക്കാരോട് പ്രതികരിക്കാതിരുന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ബുദ്ധി ഇല്ലാതെ പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം വില സ്വയം നശിപ്പിച്ചു. ഇനിയെങ്കിലും നന്നാവാൻ ശ്രമിക്കൂ. കുട്ടി, നിന്നെ പലരും ഉപയോഗപ്പെടുത്തുകയാണ്. ഇനിയെങ്കിലും നീ ഇത് മനസ്സിലാക്ക്. നിന്നെ സഹായിച്ച വ്യക്തികളോട് നന്ദി കാണിക്ക്. ഇനിയെങ്കിലും നല്ലതായി ചിന്തിച്ച് കാര്യങ്ങൾ പറയൂ. നല്ലത് വരട്ടെ. ഇതുപോലെയാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. നല്ലത് വരണമെന്നും നല്ലപോലെ ജീവിക്കാനും നിങ്ങളെ സഹായിച്ചവരെ നന്ദിയോടെ ഓർക്കാനുമാണ് ആൾക്കാർ പറയുന്നത്. ഈ നന്ദിയില്ലായ്മ കാണിക്കുമ്പോഴാണ് ആൾക്കാർക്ക് ദേഷ്യം. കാരണം സുധി എന്ന് പറയുന്ന ഒരു സഹതാപം വെച്ച് നിങ്ങൾക്ക് പൈസയും പ്രതാപങ്ങളും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ നാറ്റിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ എല്ലാവരും പറയും. അത് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രവുമല്ല, ഈ പറയുന്ന കൊല്ലം സുധിയുടെ കൂട്ടുകാരനായ താജു നിങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ വരെ ഈ പറയുന്ന തങ്കച്ചൻ വിളിച്ച്, ഈ രേഷ്മ പി തങ്കച്ചന്റെ അച്ഛൻ വിളിച്ച് തെറി വിളിച്ചു. അദ്ദേഹത്തെ വരെ മോശമായിട്ട് പെരുമാറി, മോശമായി സംസാരിച്ചു. ഇതൊക്കെ എന്തിനായിരുന്നു ആ വീടിന്റെ വീഡിയോ എടുത്തിട്ട് പബ്ലിക്കിൽ ഇട്ട് കൊടുത്തത്? വേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കാരണം നിങ്ങൾക്ക് കുറെ നല്ല മനസ്സുകൾ വെച്ച് തന്ന ഒരു സംഭവമാണ്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു വീഡിയോ എടുത്തിട്ട് പേഴ്സണലി ഈ പറയുന്നവർക്ക് അയച്ചു കൊടുത്തിട്ട്, നോക്കിയേ എന്റെ വീടിന് ഇങ്ങനെയൊക്കെ ഒരു വിഷയമുണ്ട്, ഇതൊന്ന് ശരിയാക്കി തരാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു വിഷയം വെച്ചിട്ട് ആരെങ്കിലും സ്പോൺസർമാരെ പിടിച്ചോ എങ്ങനായാലും നിങ്ങൾക്ക് അതൊന്ന് ശരിയാക്കി തന്നേനെ. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്തത്? അവരെ മോശക്കാരായിട്ട് ചിത്രീകരിച്ചു. എന്തായാലും ഈ താജു എന്ന് പറയുന്ന പുള്ളിക്കാരന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. കാരണക്കാരനാണെന്നറിയോ ഈ സംഭവത്തിലെല്ലാം? കാരണക്കാരനായിട്ട് ഈ ലോകത്തിൽ ഒരേ ഒരാളേ ഉള്ളൂ. ഞാൻ നോക്കിയിടത്തോളം ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേൽ. അദ്ദേഹം ഈ വസ്തു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. രേണുവിനെ എറണാകുളത്തോ വല്ല നല്ല ഫ്ലവേഴ്സ് ചാനലോ ആരെങ്കിലും ഒക്കെ ഫ്ലാറ്റോ വല്ല വാങ്ങി കൊടുത്തതിന് ഉറപ്പായിരുന്നു. അത് അവർ പറയുന്നുണ്ടല്ലോ. അത് രണ്ട് വീട് കിട്ടിയേനെ. മൂത്ത കുട്ടിക്ക് ഇളയ കുട്ടിക്ക് ഓരോ വീട് കിട്ടിയേനെ. താമസം വന്നാൽ അങ്ങനെ കിട്ടിയേനെ ആയിരുന്നു. ഞാൻ ഒരിക്കലും പരിഹസിച്ചല്ല. ഇവിടെ ഇദ്ദേഹം പറഞ്ഞു കേട്ടോ, എല്ലാത്തിനും കാരണം ആ നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ആ ഒരു ബിഷപ്പാണെന്ന്. അദ്ദേഹം എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇട്ടിരുന്നു. അദ്ദേഹം ഒരു ഹാർട്ട് ബ്രേക്ക് ആവുന്ന തരത്തിലുള്ള ഒരു സ്മൈലി ഇട്ടിട്ടാണ് പുള്ളിക്കാരൻ അത് ഇട്ടത്. കാരണം അദ്ദേഹം അത്രമാത്രം വേദനിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥമാണ്. എല്ലാവരുടെയും കമന്റ് ബോക്സിൽ വന്നിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം വന്ന് ആ ഒരു കമന്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹം അത്രമാത്രം ബുദ്ധിമുട്ടിലൂടെ പോകുന്നുണ്ടെന്നുള്ളത്. ഇതിനെല്ലാം കാരണക്കാർ ആരാണ്? അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. അവരുടെ കുടുംബത്തിലുള്ളവരെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട്. എങ്കിലും അദ്ദേഹം ചെയ്ത ഒരു നല്ല പ്രവൃത്തിയാണ്. ആരും അറിയാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിന് ഈ ഒരു വിധത്തിലേക്ക് കൊണ്ടെത്തിച്ച് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും പറയിപ്പിച്ച് എന്തിനായിരുന്നു ഇതെല്ലാം? കഷ്ടം. പക്ഷേ അവരാഗ്രഹിച്ചിരിക്കുന്നതായിരുന്നു. ശരിക്കും പറയാൻ രേണുവിന്റെ മനസ്സിൽ പല ആഗ്രഹം ചിലപ്പോൾ എറണാകുളത്തൊക്കെ ഡെയിലി ഷൂട്ടല്ലേ. അപ്പോൾ അവിടെ വല്ല ഒരു ഫ്ലാറ്റ് വല്ല വാങ്ങിയാലോ അല്ലെങ്കിൽ അവിടെ താമസിക്കുക ചെയ്താലും രേണുവിന് കുറച്ചുകൂടി നല്ലതാണ്, സേഫ്റ്റിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ആരെയും വിളിച്ച് കാണിയില്ല. ഇതെന്താ അവരിപ്പോൾ അവിടെ നിന്ന് എല്ലാം കൂടെ വരാൻ പറ്റുമോ? ഇല്ല, അവർ തന്നെ വന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പം അവസാനം അവർ തന്നെ വന്ന് ഒരു ഷീറ്റ് ഇട്ടപ്പോൾ വീടിൻ്റെ എറച്ചിലടിക്കുന്ന മാറി. ഇപ്പം മഴ പെയ്യുമ്പോൾ എറച്ചിലടിക്കും, അതങ്ങ് മാറിയില്ലേ? അതങ്ങ് ചെയ്താൽ പോരായിരുന്നു. അല്ലെങ്കിൽ വീട് മൊത്തം ഇളകി പോകുന്നു പറഞ്ഞാൽ പോരായിരുന്നു. അത് മൊത്തം ഇളകി പോകുന്ന വീഡിയോ എടുത്തിട്ട് പേഴ്സണലി എനിക്ക് അയച്ചു തന്നാൽ പോരായിരുന്നു. അല്ലെങ്കിൽ ഫിറോസ് ഭായിക്ക് അയച്ചു കൊടുത്താൽ പോരായിരുന്നു.
ഇത് ചാനലിൽ പിന്നെ വന്ന ഒരു അവതാരകനോട് മുൻകൂട്ടി പറഞ്ഞു വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിക്കണമെന്ന്. ഇല്ലെങ്കിൽ ഒരിക്കലും വീട്ടിൽ കഞ്ഞി വെച്ചോന്ന് ചോദിച്ചില്ലല്ലോ, അല്ലെ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചില്ലല്ലോ. ഇളയ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നോന്നല്ലോ അവതാരകൻ ചോദിച്ചത്. അല്ലെ പപ്പ രേണുവിന്റെ പപ്പ ഓപ്പറേഷനൊക്കെ ചെയ്തിരിക്കുന്ന ആളെ സുഖമാണെന്നല്ല ചോദിച്ചത്. വീട് ചോരുന്നുണ്ടോ? ഇളയ കുഞ്ഞിന്റെ മുറി കിടക്കുന്ന മുറിയാ ഋതുവിന്റെ എന്താ ഋതപ്പന്റെ മുറിയാ ചോരുന്നതെന്നൊക്കെ പറഞ്ഞു. ഋതപ്പന്റെ മുറി എവിടെ ചോരുന്നു? ഈ പറഞ്ഞ കാര്യം തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന കാര്യം എനിക്ക് മാറ്റി പറയാൻ പറ്റുമോ? ഇല്ല. നാക്കുപിഴയാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അതെ, പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും മാറ്റി പറയാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം. ഈ പറയുന്ന രേണു പറഞ്ഞത് ഇത് തന്നെയാണ്. ഋതപ്പന്റെ മുറി ചോരുന്നുണ്ടെന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതൊക്കെ എങ്ങനെ മാറ്റി പറയാൻ പറ്റുമോ? പിന്നെ എന്തൊക്കെയോ പറയുന്നു. പിന്നെ ഇവർ പറഞ്ഞില്ലേ, ഈ ഒരു വീഡിയോ എടുത്തിട്ട് അവിടെ പൊട്ടിട്ടുണ്ട്, പൊളിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെന്നുള്ള വീഡിയോ എടുത്തിട്ട് ഇവർക്ക് അയച്ചു കൊടുത്താൽ പോരായിരുന്നോ? ഇത് സോഷ്യൽ മീഡിയ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവർക്ക് അയച്ചു കൊടുത്തിരുന്നെങ്കിൽ അവരിത് കാണുമ്പോൾ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് ചെയ്തു കൊടുക്കത്തില്ലായിരുന്നോ? ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യും. ഇല്ല, പറഞ്ഞ കാര്യം പറഞ്ഞായിട്ട് നമ്മൾ അംഗീകരിക്കണം. അല്ലെ, രേണുസുതി വ്യക്തമായും ചോർച്ചയാണ് വീടിനും തന്നെയാണ് പറഞ്ഞത്. ഫാൻ വീണെന്ന് അറിഞ്ഞു, നെഞ്ചത്ത് വീണതായിട്ടുണ്ട് പറഞ്ഞിട്ടില്ല. ഫാൻ ഇളകി വീണു എന്ന് പറഞ്ഞുള്ളൂ. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് നെഞ്ചത്ത് വീണെന്ന്. നെഞ്ചത്ത് വീണെങ്കിൽ അദ്ദേഹം പപ്പ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ പോകണം. സാധാരണ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന ആൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിൽ പോയതായിട്ട് എനിക്ക് അറിയത്തില്ല. ഇനി അദ്ദേഹം നെഞ്ചത്ത് വീണ് ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ ദുനിയാവിൽ എവിടെയാണെങ്കിലും ഞാൻ പോയേനെ കാണാൻ. കാരണം ഒരാൾക്ക് അപകടം പറ്റി ഹോസ്പിറ്റലിൽ ഈ നെഞ്ചത്ത് വീണെന്ന് പറഞ്ഞ കാര്യം ഒരു വെച്ചുകെട്ടാണെന്ന് അന്നേ തോന്നിയിരുന്നു. കാരണം അങ്ങനെ ഒരെണ്ണം വീണിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത വ്യക്തിക്ക് അത് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും. അപ്പൊ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയതേ പറ്റത്തുള്ളൂ. പുള്ളിക്കാരൻ ഇങ്ങനെ നെഞ്ചൊക്കെ പുളത്തിന് കാണിക്കുന്നുണ്ടായിരുന്നു ഉടുപ്പൊക്കെ മാറ്റിയിട്ട്. അപ്പോഴേ കണ്ടില്ലയോ ഈ പുള്ളിക്കാരൻ പറഞ്ഞ കേട്ടോ. ഇത് തന്നെയാണ് നമ്മളും പറയുന്നുള്ളൂ. അതിന് നിങ്ങൾ വന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ അങ്ങ് വിമർശിക്കാതെ ഞങ്ങളുള്ള കാര്യമായി പറയണത്. അല്ലാതെ വിധവകളെ അങ്ങനെ ചെയ്തു, അവരെ ഒന്നും ഞങ്ങൾ അങ്ങനെ പേഴ്സണലി പറയുകയാണെങ്കിൽ വിധവയാന്നുള്ളത് റെസ്പെക്റ്റോട് കൂടിയാണ് പറയുന്നത്. റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് പറയുന്നത്. കമന്റ് ഇടുന്ന ഓരോരുത്തരും അവർ നല്ല രീതിയിൽ ആകണമെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. തെറ്റായിട്ട് നിങ്ങൾ എടുക്കരുത് ഇതിനെ. പിന്നെ ആ ട്രോഫി വെച്ചതിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്, അത് കേട്ടു നോക്കൂ. നമ്മൾ ഇതൊക്കെ പറഞ്ഞതാണ്. ഇത് സുധിയുടെ കൂട്ടുകാരനാണ്, സ്വന്തം കൂടെ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് ഇത് പറയുന്നത്. അദ്ദേഹത്തിന് വേദന ഉണ്ടായ കാര്യമാണ്. ഇതുപോലാണ് പിന്നെ സുധിയുടെ വീഡിയോകൾ കാണുന്ന ഒരു സുധിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കും തോന്നുന്നത്. ഇത് ഞാൻ സോഷ്യൽ മീഡിയ വന്ന് പറയുന്നു, കമന്റ് ഇടുന്ന ഓരോരുത്തരും ഇത് തന്നെയാണ്. അവര് എന്ത് ചെയ്യുന്നു? അവർ കമന്റിലൂടെ പ്രതികരിക്കുന്നു. ഞങ്ങൾ വാ കൊണ്ട് ഇങ്ങനെ പറയുന്നു, അത്രേ ഉള്ളൂ. അതിനെ നിങ്ങൾ തെറ്റായിട്ട് എടുക്കരുത്. ഇദ്ദേഹം പറയുന്നത് കേട്ടു നോക്കൂ. നമ്മൾ പോയേ പറ്റത്തുള്ളൂ. അതായത് രേണുസുതി ട്രോഫി എടുത്ത് കട്ടിന്റെ അടി വെച്ചെന്ന് പറഞ്ഞു. സൂക്ഷിച്ചു വെച്ചാണെന്നാണല്ലോ പറഞ്ഞത്. സൂക്ഷിച്ച് വെക്കുന്ന സാധനം എന്നിട്ട് എന്നാ പിന്നെ രേണുവിന് കിട്ടിയ സാധനങ്ങളെല്ലാം കൂടെ സൂക്ഷിച്ച് വെച്ചാൽ പോരാ കട്ടിന്റെ അടിയില്ലേ? അത് അശ്രദ്ധ. രേണു സുധി ആയത് സുധിയിലൂടെ. സുധിയുടെ ട്രോഫി എടുത്ത് വെച്ചതിനോട് ന്യായീകരിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. രേണുവിന് കിട്ടിയ മൊമെന്റോ ഒക്കെ എടുത്ത് ജാക്കറ്റ് കെട്ടി കട്ടിനടി വെച്ചിരുന്നെങ്കിൽ പറയുന്നതിന് ലോജിക്ക് ഉണ്ടായിരുന്നു. ശരിയല്ലേ? അതെ, രേണു അത് ശരിയാണ് സാറേ, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ബിഗ് സല്യൂട്ട്. അല്ലെ സുധിയിലൂടെ അല്ലേ രേണു ലോകം പ്രശസ്തയായത്? ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകനായി ഭൂമിയിലേക്ക് ജനിച്ചിട്ട് ഞാൻ അവരെ തള്ളി പറയാൻ പറ്റുമോ? ഇല്ല. എൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ഞാൻ തടിയിൽ കുത്തി എൻ്റെ കാറിൻ്റെ അവിടെ ഡാഷി ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് അവരെ കാണാൻ വേണ്ടിയിട്ടല്ലേ, അവരെൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്തില്ലേ അതൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. ഓൺലൈൻ മലയാളി മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ കൊടുത്തൊരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനിയുമാണ് ഈ പറയുന്ന കിച്ചുവിന് ഇദ്ദേഹം ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിച്ചിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട്. ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ മറ്റേ വീടിന്റെ ചോർച്ചയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. കേട്ടോ മോനെ, ഇതിപ്പം ഇതൊന്ന് ചാനലുകാരിലൊന്ന് ഇത് ഒന്ന് കേൾപ്പിച്ചോട്ടെ. ഈ സൗണ്ട് മോൻ പറയുന്നു കേൾപ്പിച്ചോട്ടെ. ആദ്യം മോനെ പറയണേ. ഹലോ മോനെ. മോനെ മനസ്സിലായോ? എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. വിഷയങ്ങളൊക്കെ ഒന്നും അറിയുന്നില്ലേ? മോനെ, നമ്മൾ ചെയ്ത ഉപകാരങ്ങളൊക്കെ മോൻ അറിയാമല്ലോ. മോനെ മരിച്ചതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ എടുക്കാനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇല്ല. ഞാൻ ഒരു ചാനലുകാരെ കൊണ്ടുവരികയോ, കാരണം നമുക്ക് അതിന്റെ പബ്ലിസിറ്റിക്ക് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പപ്പാജി അച്ഛൻ ജീവിച്ചിരുന്നപ്പോഴുള്ള കാര്യം അറിയാമല്ലോ ഞാൻ സഹായിച്ചത്. അറിയാം. അപ്പൊ നമ്മളെപ്പോഴും മരിച്ചു കഴിഞ്ഞ ഒരാൾ മരിച്ചു കഴിഞ്ഞ ഒരാളെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ജീവനോടിരിക്കുന്നവരെ കാണാനാണ്. പിന്നെ മോനെ കണ്ടപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞു മുടിയൊക്കെ വെട്ടണം, നല്ല പഠിക്കണം. നീ മോനെ അച്ഛൻ സംസാരിക്കുന്ന പോലെ വലുതായിട്ട് സംസാരിക്കത്തില്ല, ഒരു ഇതുണ്ട്. അപ്പൊ അതിനുശേഷം ഞാൻ കാര്യങ്ങൾ വീടിന്റെ നമ്പർ ഇങ്ങനെ ചോരുന്നു എന്നൊക്കെ പറഞ്ഞു. മോനെ അങ്ങനെ ഒരു വിഷയമൊക്കെ ഉണ്ടായി. ഇത് വലിയ ഇതായിപ്പോയി. അമ്മ ചോരുന്നു എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ശരിക്കും. അതെ ഇപ്പൊ
ഇന്നലെ അത് മാറ്റി. മോനും മോൻ്റെ അനിയനും തന്ന വീടല്ലേ അത്. അത് മോൻ വന്ന് ചാനലിൽ പറയണം. ആന്നു മോൻ്റെ അതിന്റെ അത് മോനുള്ളതാ. മോനും മോൻ്റെ അനിയനും അല്ലാതെ ലോകത്തിൽ ആർക്കും ഇതിൻ്റെ അകത്ത് അവകാശമില്ല. ഇനി പപ്പാടെ മോൻ എങ്ങനെ വിളിക്കുന്നത് അച്ഛനെ? അല്ല പിന്നെ സുധിയെ അച്ഛൻ അപകടം പറ്റി മരിച്ചു. അതിന്റെ ഇൻഷുറൻസ് എമൗണ്ട് തുക കിട്ടും. ആ തുക കിട്ടുമ്പോഴും അതിന് ആ തുക വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കാരിൽ നിന്നും ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് മോൻ ചെയ്യണം. ഞാനത് പറഞ്ഞു തരാം അതിന് എന്തൊക്കെ വേണമെന്നുള്ളത് കേട്ടോ. ആ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ആർക്കൊക്കെ അതിൻ്റെ അകത്ത് അവകാശം ഉണ്ടെന്നറിയോ? മോൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക്, മോൻ അച്ഛൻ്റെ അമ്മ, അതുപോലെ തന്നെ പിന്നെ രേഷ്മ തങ്കച്ചൻ ഒഫീഷ്യൽ നെയിം. അതുപോലെ തന്നെ മോൻ്റെ അനിയൻ 18 വയസ്സ് വരെ ആകുന്നതിന് വരെ ഇപ്പം തന്നെ 1 കോടി രൂപ കിട്ടുവാണെങ്കിൽ അത് ഇത്രയും പേർക്കും തുല്യമായിട്ട് വിരിച്ചിട്ട് അതിൻ്റെ ഏറ്റവും ഇളയ മോന് ആ 18 വയസ്സ് വരെ ആയിക്കഴിഞ്ഞാൽ പൈസ ആ മോൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് നിയമം, മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞാൽ രേണുവിന് ഒരാൾ 1000 രൂപ അയച്ചു കൊടുത്താൽ അത് ആ 1000 രൂപയിൽ മോൻ അവകാശമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇത്. ഞാൻ മോനോട് ചോദിച്ചിട്ടാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് കറണ്ടിന്റെ കാര്യം ചോദിക്കുന്നത് KCB. മോൻ ചോർച്ച ചാനലുകാർ ഒരു കാര്യം ചോദിക്കുന്നു. ഒരു മിനിറ്റ് ഞാൻ കൊടുക്കാം. ചോദിച്ചു മോൻ അവിടെ വന്നപ്പോ ചോർച്ച വല്ലതും കണ്ടായിരുന്നോ? കറക്റ്റായിട്ട് അറിയത്തില്ല. ഓക്കെ. മോനോട് ആരെങ്കിലും ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞായിരുന്നോ? ചോർച്ച ഉണ്ടെന്ന് അതെന്നാ മോനെ പറഞ്ഞേ? കുറച്ചായാലോ? എന്തെന്നാ പറഞ്ഞ? വീട് വാർപ്പിനകത്തോട് മൊത്തം ചോരുന്നോ? ചോർച്ച ഉണ്ട്. അതേ ഉള്ളു അല്ലേ? ഇപ്പൊ നമ്മുടെ വീട് ഇളക്കിയ പെയിന്റ് ഒക്കെ ഇളകി പോകുന്നതിന്റെ ഇതൊക്കെ കാണിക്കുന്നു. കണ്ടായിരുന്നു മോനെ? ഞാൻ വേണമെങ്കിൽ മോനെ ഒരു തൊഴിലാളിയെ വിട്ടു തരാം. അതിന്റെ കിടക്കുന്ന പോച്ചയും അതും ഒക്കെ ഒന്ന് ചെത്തിപ്പറിച്ച് വൃത്തിയാക്കണം. മോൻ മുൻകൈ എടുക്കണം. അല്ല, മോൻ ഒരു ദിവസം വന്നാൽ മതി. ഞാനും കൂടെ വരാം. ഞാൻ ഒരു ജോലിക്കാരെയും കൊണ്ട് വന്നോണ്ടേ അത് ചെയ്യാം. മോന്റെ കോഴ്സ് കഴിഞ്ഞോ? 2 വർഷം കൂടെ ഉണ്ടല്ലേ? കൊല്ലത്ത് എവിടെ താമസിക്കുന്നത് ഇപ്പം? തരുത്തലയാണോ? അയ്യോ, മാടനടയിലാണോ? ഞാൻ അതിന്റെ തൊട്ടടുത്ത മാമന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. എന്റെ മോളെ. ഞാൻ വരുന്നുണ്ട്. വരുമ്പോ അങ്ങോട്ട് വരാം. മോനോടെ കാണുമോ? മോൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. ഏത് സമയത്ത് എന്താവശ്യമുണ്ട് മോൻ വിളിക്കണം. കാരണം മോനാണ് ഇപ്പൊ ശരിക്കും എന്റെ കാഴ്ചപ്പാടിൽ അനാഥൻ എന്ന് പറയുന്നത്. അച്ഛനും ഇല്ല, അമ്മയില്ല. ഞങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും മോനുണ്ട് കേട്ടോ. ഓക്കെ മോനെ, വിളിച്ച് സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം. ശരിക്കും അനാഥൻ ഈ കുട്ടി തന്നെയാണ്. ശരിക്കും തന്നെ. കാരണം അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് മുറ്റത്തെ പോച്ച വെട്ടുന്ന കാര്യം. അത് പോച്ച വെട്ടി ഇടിവെന്നാണ് മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞത്. എന്നാൽ പോലും അത് പറിക്കാൻ അവർക്ക് സമയമില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതേ ഉള്ളൂ അതിന്റെ കാര്യം. പിന്നെ ഇപ്പോഴും മറ്റേ കറണ്ടിന്റെ കാര്യം, അത് ഇപ്പോഴും നമ്മൾ കൺസ്ട്രക്ഷൻ ഒക്കെ പണിയുമ്പോൾ എടുക്കുന്ന ആ ഒരു കറണ്ടാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇതുവരെ മാറ്റിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ കിച്ചുവിനോട് കാര്യം ചോദിക്കുന്നത് പുള്ളിക്കാരൻ. ഓക്കെ മോനെ, കറണ്ടിന്റെ കാര്യം ചോദിച്ചിട്ടൊന്ന് പറയണേ. കറണ്ടിന്റെ ബില്ല് ചോദിക്കേണ്ടത്, കറണ്ടിന്റെ ബില്ല് വരുന്നത് കൺസ്ട്രക്ഷൻ പർപ്പസിലാണോ എന്ന് ചോദിച്ചിട്ട് മോനെ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഇപ്പൊ തന്നെ ഒന്ന് വിളിക്കണേ. എന്തായാലും ഇനി ഒരു രസം, ആ പെരേര വീട്ടിൽ വന്നിട്ട് ഡാൻസ് കളിച്ചല്ലോ, ആ സുധിയുടെ 2ാം ചരമവാർഷിക ദിനത്തിലും. അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയുന്ന കാര്യം കേട്ടു നോക്കിയേ. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ചപ്പക്കുറ്റി കിട്ടുന്നു കൊടുത്തേനേന്ന്. പിന്നെ ഈ രേണുസുധിയെ കുറ്റം പറയരുതെന്ന് പറയുന്നവർ ഇതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇതിന്റെ അകത്ത് അവൻ വന്നിട്ട് അവിടെ പെരേര വന്ന് ഡാൻസ് കളിച്ചിട്ട് അവിടെ നിൽക്കുമ്പോൾ രേണുസുധിയുടെ ഒരു ഹസ്ബൻഡിന്റെ ചരമവാർഷികമാണ്. അന്ന് വന്നിട്ട് കൊള്ളാം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് പോയി ഇവിടെ വന്ന് സുധിലേത്തി വന്ന് നീ ഡാൻസ് കാണിച്ച അതിന്റെ ഒരു മനസ്സുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയി അപ്രിഷ്യേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് ചെയ്യുവാണെങ്കിൽ ഞാൻ ഒരെണ്ണം വെച്ച് കൊടുക്കും. അങ്ങനെ ഞാൻ ചെയ്യാറ്. പിന്നെ ഇതിനെ ന്യായീകരിച്ച് പറയുന്നവരൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അച്ഛൻ മരിച്ചു കിടക്കുമ്പോഴോ അമ്മ മരിച്ചു കിടക്കുമ്പോഴോ അതോ വീട്ടുകാരെങ്കിലും മരിച്ചു കിടക്കുമ്പോഴോ അല്ലെ അവരുടെ ചരമവാർഷികം നടക്കുന്ന സമയത്ത് ഇതുപോലെ വന്ന് ഒരു വേട്ടാവളിയും വന്ന് ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? എനിക്കറിയില്ല. പുള്ളി വേട്ടാവളിയെന്നാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു സൈക്കോ എന്ന് തോന്നുന്നു. സുധിലയത്തിൽ വന്ന് ചരമവാർഷികത്തിന് ഡാൻസ് കളിച്ചത് ഞാൻ വീടിനകത്തുനിന്നുള്ള വിഷ്വലാണ് ഈ കാണുന്നത്. വീടിനകത്തുനിന്നുള്ള വിഷ്വല്. സുധിക്ക് മുന്നിൽ സുചാറിന് മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു. പുറത്തിറങ്ങി ഒന്ന് ഡാൻസ് കളിക്കുന്ന വീഡിയോ ആണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നോർമൽ ഉള്ള ഒരാള് ഇത് ചെയ്യുമോ?
അല്ല ഇദ്ദേഹം ചെയ്തത് തെറ്റാണ്, പക്ഷെ അതിനേക്കാളും വലിയ ലാസ്റ്റ് ഇതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാം? എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത് എനിക്ക് പറയാം പുച്ഛമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. സ്വന്തം ഭർത്താവ് മരണപ്പെട്ടതിന്റെ ചരമവാർഷികത്തിന് ഒരു വേട്ടാവളിയും വന്ന് ഈ ഡാൻസ് കളിച്ചപ്പോൾ അവൻ ഡാൻസ് കളിച്ചില്ല, അവന്റെ വിവരമില്ലായ്മ എന്ന് പറയാം, അവന്റെ വിവരമില്ലായ്മ. അയാളുടെ അവിടെ ഡാൻസ് കളിച്ചപ്പോൾ ഈ പറയുന്ന രേണു അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് മോനെ സുതിലയത്തിൽ വന്ന് ഡാൻസ് കളിച്ച നിനക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എടാ നീ ഇവിടെ ചെയ്യരുത്, ഇന്ന് എന്റെ ചേട്ടന്റെ ഇതാണ് ഓർമ്മയാണ് എന്ന് പറയണ്ടേ? അത് പറയാതെ നിന്നത് തെറ്റ് തന്നെയല്ലേ? ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ പ്രതികരിക്കുമെന്നേ. നമ്മളൊരു മനുഷ്യനാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിയും നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട് ചിന്തിക്കാനുള്ളത്, അതൊക്കെ ഉപയോഗിക്കണം. ഇനിയാണ് ഈ പറയുന്ന രേണു കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. രേണു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 1 ലക്ഷം രൂപ വെച്ച് തന്നു കഴിഞ്ഞാൽ മാസം 1 ലക്ഷം രൂപ വെച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്താം, എന്നിട്ട് വീട്ടിൽ ഇരിക്കാമെന്ന് പറയുന്നു. നാട്ടുകാർ ഇവർക്ക് 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം. ഈ 1 ലക്ഷം എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് 1 ലക്ഷം ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇല്ലാതെ ഒരിക്കലും ഇവർ പറയുമോ? മാസം ഇവർക്ക് 1 ലക്ഷം രൂപ ഇവർക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോ. എന്നിട്ട് പോലും ഇവർക്ക് ഈ പറയുന്ന വീട് മെയിൻ്റെനൻസ് ചെയ്യാനോ സുധിയുടെ ഒരു ട്രോഫി വെക്കുന്ന സ്റ്റാൻഡ് പണിയാനോ ഇവരെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ ഇവർ പിന്നെ പറയുകയാണ് നമ്മൾ കൊടുക്കണം പോലും 1 ലക്ഷം രൂപ. എന്ത് വർത്തമാനമാണ് ഇവർ പറയുന്നത്? ഇതിനൊക്കെ മറുപടി എന്താണ് പറയേണ്ടത്? നല്ലപോലെ പൈസ കിട്ടുന്നുണ്ട്. ഇന്റർവ്യൂ ആയിക്കോട്ടെ, ഇവർ ഈ മറ്റേ ഷോർട്ട് ഫിലിമായി അവതരിപ്പിക്കുന്നതായിക്കോട്ടെ, എല്ലാം കിട്ടിക്കോട്ടെ, നല്ല രീതിയിൽ ജീവിച്ചോട്ടെ, ഒരു കുഴപ്പവുമില്ല. പക്ഷെ പിന്നെയും വന്നിട്ട് സഹതാപത്തിന്റെ പേരിൽ പിന്നെയും വേണം, വീട്ടിൽ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റത്തില്ല, അത് പിന്നെയും നിങ്ങൾ ചെയ്തു കൊടുക്കണം, എല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് വേണമെന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല, അത് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല. എത്രയോ പേരുണ്ട് ഒരു വീട് ഒരു ടാർപ്പ ഇട്ട് തരാമോ എന്ന് ചോദിക്കുന്ന എത്രയോ പേരുണ്ട്. വീടില്ലാതെ ഇപ്പോഴും വീടിന്റെ ഉള്ളിൽ തന്നെ വെള്ളം വീഴുന്ന എത്രയോ പേരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ സഹായം കിട്ടാതെ പോകും. അതുകൊണ്ടാണ് ഈ പറയുന്ന രേഷ്മ ആയിക്കോട്ടെ, ഈ തങ്കച്ചനായിക്കോട്ടെ, നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങൾ കുറച്ചൊക്കെ നിർത്തിയിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കാനാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് ആൻഡ് കമന്റ്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.